ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് ആണ്. ഇത്തിരി ലേറ്റ് ആയി പോയെന്നറിയാം, എന്നാലും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ ഗൈസ്. സോ നമ്മളൊരു 5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എന്റെ കസിന്റെ കല്യാണമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. സോ പിന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ കല്യാണം 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. ഈ 2 ദിവസം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി 2 ദിവസം റെസ്റ്റ് എടുത്തു. പിന്നെ റെസ്റ്റ് എടുത്ത് ഇച്ചിരി കൂടിപ്പോയതിന്റെ പേരിൽ പിന്നെ മടി വന്നപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഇടാൻ വയ്യ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് യൂട്യൂബ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തൻ വെള്ളം അടിച്ച് പണ്ടാരടങ്ങി റോഡിൽ കിടന്നും ബഹളത്തോട് ബഹളം. വേറെ ആരുമല്ല, ഉപ്പുമുളകിലെ ആ പയ്യനുണ്ടല്ലോ, സിദ്ധാർത്ഥ് മൽഹോത്ര, സിദ്ധാർത്ഥ് പ്രഭു. അന്നേരം അവന്റെ വെള്ളം അടിച്ച അലമ്പിനെ പറ്റിയാണ് ഗൈസ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇവിടെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വയറ്റി കിടക്കണം, അല്ല നട റോഡ് അല്ല കിടക്കേണ്ടത്. എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇവന്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം. ഇവന്റെ വെള്ളം അടിച്ചിട്ടുള്ള കൂറുന്താളി ആളുകൾ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ. നീല ഉടുപ്പിട്ട് അല്ലെ ഷർട്ടിട്ട് നിൽക്കുന്നവനാണ് കക്ഷി. ആളുകൾ അവന്റെ കാലൊക്കെ ഞാൻ കൂട്ടിക്കെട്ടി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആളുകളെ ചവിട്ടല പരിപാടി. ഇപ്പൊ വണ്ടി ഓടിച്ച് ഏതോ ഒരു ലോട്ടറിക്കാരനെ കണ്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് വേറെ ഏതൊക്കെയോ വണ്ടിക്കകത്തൊക്കെ ഇടിച്ചിട്ടാണ് ഏറ്റവും അവസാനം ആളുകൾ പിടിച്ചിട്ട് വെള്ളം അടിച്ച് ട്രിപ്പായി നിൽക്കുന്നത്. ബോധം എന്ന് പറഞ്ഞ സാധനമില്ല. അങ്ങനെയാണ് ഏറ്റവും അവസാനം ആളുകളെല്ലാം അവിടെ പിടിച്ച് കൂട്ടി ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കുറെ ടീംസ് വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ ജിഷിനൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. നമുക്ക് ആദ്യം ഇവന്റെ കുറുന്തളിപ്പ് ആദ്യം കാണണ്ടേ. അടുത്ത വീഡിയോ അതെ, ദൈവം യമൻ കോടതി. വെള്ളം അടിച്ച് തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ പലതും നിങ്ങൾ കണ്ണിക്കൂടി ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകും. അന്നേരം നീ ദൈവത്തിനെയും പടച്ചോനെ എല്ലാത്തിനും നീ വിളിക്കും. കൊള്ളടാ മോനെ. വഴി വന്ന് നീ എന്നെ ചവിട്ടി ഇതെന്താടാ, നിന്റെ അമ്മായിമ്മ വീടാണോടാ? റോഡാടാ അത്. അവനും കിടന്നു നോക്ക്. ഇവന്റെ ഈ നിപ്പും പെടുത്തി കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, അടിച്ച് കിൻഡായി. ഇവൻ ഈ കോലത്തിലാണ് വണ്ടി ഓടിച്ചു വന്നത്. ആലോചിച്ച് നോക്ക്. ഒരാളെ ഇടിച്ചിട്ടോള്, അത് ഭാഗ്യം ഒന്ന് കൂട്ടിയാ മതി. അവന്റെ കോടതി അവിടെ കടന്നോട്ടെ. കണ്ടല്ലോ, ആളെ മനസ്സിലായില്ല. ഞാൻ ഒന്ന് കാണിച്ചു തരാം ആളാരാണെന്ന്. ഇതാണ് 1,26,000 ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ള വലിയ സെലിബ്രിറ്റിയാണ് കേട്ടോ. ഇവനാണ് കക്ഷി. നല്ല പയ്യനായിരുന്നു. കണ്ട് തറവാട്ടിപ്പറന്ന പയ്യനാ. ഇമാതിരി തൊട്ടിപ്പരിപാടിയുള്ള മുഖമുള്ളവനാണെന്ന് തോന്നൂല. ഇതാണ് കക്ഷി. ഉപ്പുമുളകിലെ ലവൻ കണ്ടില്ലയോ? ഇവന് എന്തോ പറ്റിയോ എന്തോ. ഇവിടെ വെള്ളം അടിക്കുന്നതൊന്നും വലിയ തെറ്റായിട്ടൊന്നും നമ്മൾ പറയത്തില്ല. പക്ഷെ വെള്ളം അടിച്ചിട്ട് ഈ പബ്ലിക് ന്യൂസൻസ് ആവുന്നതാണ് പ്രശ്നം. ഇവിടെ വെള്ളം അടിക്കുകയാണോ ഒന്നെങ്കിൽ നീ വീട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ നീ വെള്ളം അടിക്കുന്ന എവിടെ ഇരുന്നാണോ അവിടെ കിടക്കണം. അല്ലാതെ റോഡിൽ ഇറങ്ങി നട റോഡിലല്ല കിടക്കേണ്ടത്. അതും പോരാഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് നാട്ടുകാരൻ നെഞ്ചത്തോട്ട് വണ്ടി കൊണ്ട് കയറ്റുകയാണ്. എടാ, അങ്ങേരാ നിരപരാധിയായിട്ടുള്ള ലോട്ടറി കച്ചവടക്കാരൻ എന്തോ ചെയ്തടാ നിന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യൻ ഒരു കാരണമല്ല, തന്റേതായിട്ടുള്ള ഒരു റീസണും ഇല്ലാതെ അങ്ങേര് അപകടത്തിൽപ്പെട്ട് അങ്ങേര് കൈയും കാലൊക്കെ ഒടിയുകയെന്ന് വിചാരിക്കുക. ഇവനൊക്കെ കരണം അടിച്ച് പൊളിക്കണ്ടേ? നിങ്ങൾ പറ. ആളുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ വെറുതെ വിടൂ? ഇമ്മാരി കന്നന്തിരിവ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇമ്മാരി തോന്നിവാസം കാണിക്കുന്നതിന് പോട്ടി കൊടുക്കണം. രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കുറ്റം പറയാനില്ല. കാര്യം ഇമ്മാതിരി കന്നന്തിരിവാണ് കാണിക്കുന്നത്. ഇവന് ബോധമില്ല. അത് കഴിഞ്ഞ് വെള്ളം അടിച്ചു കഴിഞ്ഞാലും ബോധമില്ല. വെള്ളം അടിക്കുന്നതിന് മുമ്പ് ബോധം ഉണ്ടായിരുന്നല്ലോ. കാർ ഓടിക്കാനുള്ള ബോധം നിനക്കുണ്ടോ? തോന്നിവാസം കാണിച്ചിട്ട്. എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ജിഷിൻ വന്നിട്ടുണ്ട്. ജിഷിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ജിഷിനൊക്കെ ഭയങ്കര സപ്പോർട്ട് കേട്ടോ. സഹപ്രവർത്തകനെ തല്ലി ചതച്ചത് ജിഷിന് സഹിക്കാൻ പറ്റുന്നില്ല. സഹപ്രവർത്തകനെ തല്ലിയത്. അത് ജിഷിൻ പറയുന്ന കേൾക്കാം. ജിഷിനങ്ങ് രോക്ഷാകുലനാവുകയാണ് ഗൈസ്. രോക്ഷാകുലൻ. സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, ഇവൻ വണ്ടി ഓടിച്ചിട്ട് നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും വന്ന് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇവനെ പിടിച്ച് വാടാ മോനെ സിദ്ധാർത്ഥ വന്നിരി, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, പ്രശ്നമൊന്നും പറ്റിയില്ലല്ലോ. എന്റെ കുടുംബത്തിൽ ഒരുത്തന്റെ കാലിൽ കൂടെ കാല് കയറ്റി ഓടിച്ച് ഇച്ചിരി ചോരയും പോയി, കാലൊടിഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുക. നീ ഇങ്ങനെ സമാധാനമായിട്ട് പറഞ്ഞ് സിദ്ധാർത്ഥിനെ അങ്ങ് വെറുതെ വിടുവോ? അതോ ഇങ്ങോട്ട് പിടിച്ച് ചവരിലോട്ട് വെച്ചിട്ട് രണ്ടടിയും കൊടുക്കുവോ? പറ.
നീ പറ ഇങ്ങനെയുള്ളവന്മാരെ അതിനി സെലിബ്രിറ്റി അല്ല ഏത് ലവടാക്കുറ്റിയിലെ മോനാണെങ്കിലും ഇമ്മാതിരി തോന്നി മാസം റോഡിൽ കാട്ടിക്കൂട്ടാ പിടിച്ച് കൊടുക്കും. അതിനകത്ത് ഒരു തെറ്റുമില്ല. മറ്റേ ബാക്കി പറ കേക്കട്ടെ, ബാക്കി പറ. ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? അപ്പൊ ഞാനും ചോദിച്ചോട്ടെ, ഈ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഒരുത്തൻ നെഞ്ചത്തോട്ട് ചെന്ന് കയറുന്നതാണോ പ്രബുദ്ധ കേരളം? ജിഷൻ സ്വപ്നം കാണുന്ന പ്രബുദ്ധ കേരളം അതാണോ? അങ്ങനെയുള്ളവനെ തൊട്ട് തലോടി വിടുന്നതാണോ ജിഷൻ സ്വപ്നം കാണുന്ന പ്രബുദ്ധ കേരളം? പറയൂ. ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് മധുവായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യല്ലേ. വിശന്നിട്ട് കുറച്ച് അരി എടുത്തോണ്ട് പോയതിന്റെ പേരിലാണ് കുറെ വേറെ നാറികൾ. അവന്മാരെ അറിയാലോ, അവന്മാരെ ഇതൊന്നും കമ്പയർ ചെയ്യല്ല. അവന്മാരാ മനുഷ്യനെ തല്ലിക്കൊന്നത്. അത് വിശപ്പ്, ഇത് കുത്തിക്കഴ. വിശപ്പ് വേറെ, കുത്തിക്കഴ വേറെ, മനസ്സിലാക്കൂ. പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ അവനൊരു ആർട്ടിസ്റ്റ് ആണ്. എന്തിന് പരിതാപം? ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മളെന്താടാ? ആർട്ടിസ്റ്റ് ആണെങ്കിൽ വെള്ളം അടിച്ച് വീട്ടിലോട്ട് നെടുത്തോട്ട് വണ്ടി ഇങ്ങോട്ട് വേണ്ടി നമ്മൾ പരിതാപരിച്ച് മോനെ ആർട്ടിസ്റ്റ് നിനക്കൊന്നും പറ്റിയില്ലോടാ പൊക്കോടാന്ന് പറഞ്ഞു വിടണ. അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം. അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. അവൻ തന്നെ വെള്ളം അടിച്ച് നമ്മുടെ തറയിലൊക്കെ കിടന്ന് പാവിരിച്ചൻ കിടന്നേത്. ഇവനെ ചവിട്ടി താഴ്ത്തേണ്ട ഒരു കാര്യമില്ല. അവൻ തന്നെ അങ്ങ് തറയായി. ഇനി ഇതിൽ കൂടുതൽ എന്തുവാടേ ചവിട്ടി താഴ്ത്താൻ? എന്തുവാ ചവിട്ടി താഴ്ത്തെന്ന് പറ. എന്റെ പൊന്നേ പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. അല്ല, രണ്ടാമത്തെ വല്ല മൂന്നാമത്തെ വല്ല ഇതിനു മുമ്പും മദ്യപിച്ച് വണ്ടി ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. അവന്മാരെയൊന്നും വലുതായിട്ട് ശിക്ഷിച്ചിട്ടുമില്ല. നമ്മുടെ നിയമത്തിന് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല കിട്ടുമെന്ന് അറിഞ്ഞിട്ടെങ്കിലും ഇവന്മാര് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാതെ അടിക്കുന്നിടത്ത് കിടന്ന് ഉറങ്ങണം. സീരിയസ്ലി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തട്ടുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചിങ്ങോട്ട് ഇറക്കി സ്പോട്ടിൽ കൊടുക്കണം. എനിക്കതേ പറയാം. സീരിയസ്ലി എനിക്കതേ പറയാനുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുത്തന് പറ്റുമ്പം പൊട്ടും. മനസ്സിലാവും, ജിഷിന് മനസ്സിലാവും. നമ്മുടെ വീട്ടിലുള്ള ഒരുത്തനാണ് ഏതെങ്കിലും വഴി കൂടെ പോകുന്ന ഏതോ ഒരു നാറി വെള്ളം അടിച്ച് വണ്ടിയും വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഒരാടെ മെക്കെട്ടാണ് കയറുന്നതെങ്കിൽ നമുക്ക് പൊട്ടും. ചെയ്യാത്ത കുറ്റത്തിനായിരിക്കും ആ വ്യക്തി സഫർ ചെയ്യേണ്ടി വരുന്നത്. ഏതോ ഒരു ലോട്ടറി കച്ചവടക്കാരനെ കണ്ടാണ് ഇടിച്ചേക്കുന്നത്. ഡെയിലി അവൻ ലോട്ടറി വിറ്റിട്ട് വേണം അവന്റെ കുടുംബം പോറ്റാൻ. ഇനി അങ്ങനെ എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കണം? ആർട്ടിസ്റ്റിനെ തൊട്ടപ്പോഴത്തേക്ക് ഇവിടെ ആർട്ടിസ്റ്റിനെ വാങ്ങേണ്ടിയൊന്നും ഇല്ല. ആ മൊമെന്റിൽ ആരാണെങ്കിലും കൊടുക്കും, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല. അതാ പറഞ്ഞ പോലീസിനെ പോലീസിന് കഴിവില്ലെന്ന് പറ. എല്ലാവരും മദ്യപിച്ചിട്ടാ വണ്ടി ഓടിക്കുന്നതെന്ന്. ഇപ്പൊ ജിഷിനും മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നേ എന്ന് അറിഞ്ഞാൽ നേരത്തെ കൂട്ടി പോലീസിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പേ തടയും അവര്. മനസ്സിലായോ? അതിനെ അനുകൂലിക്കുമല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പിന്നെ എന്തുവാണ് താങ്കൾ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞത് നന്നായിരിക്കും. ഒരുത്തൻ വെള്ളം അടിച്ച് ഇമാര് കന്നന്തിരവ് കാണിച്ചിട്ട് അവനെ നാട്ടുകാരെ പിടിച്ച് അടിച്ചപ്പോ പൊട്ടിയാ, ആർട്ടിസ്റ്റിന് പൊട്ടിയാ. കൂടെ പോയി കിടക്കാതെ എന്തെങ്കിൽ പിന്നെ അവന്റെ കൂടെ റോഡിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും. പ്രബുദ്ധ കേരളം നാടൻ. അതെ അവിടെ ഒരു പാത്രയുടെ താലമണ്ട പോയി കൊടുക്കണമായിരുന്നു എന്നാ അങ്ങനെ പ്രതികരിക്കും. പിന്നെ മേലെ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവില്ലായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിലും പ്രതികരിച്ചാണല്ലോ കണ്ടത് ജിഷിന്. അതുകൊണ്ടാണല്ലോ നാട്ടുകാരുടെ പ്രതികരണം കണ്ടിട്ടാണ് ജിഷിന് പ്രതികരിക്കുന്നത്. ഇപ്പൊ ജിഷിന്റെ പ്രതികരണം കണ്ടാണല്ലോ ഞാൻ പ്രതികരിക്കുന്നത്. ഇപ്പൊ എത്ര പേര് പ്രതികരിച്ചു? ഇതൊന്നും ഒരു പ്രതികരണമായിട്ട് താങ്കൾ കൂട്ടുന്നില്ല ചേട്ടോ. ഇനി എന്റെ പ്രതികരണം കണ്ടിട്ട് വേറെ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണോ? ഇനി എന്തുവാണ് ഇത്? മൊത്തത്തിൽ പ്രതികരണമായി. ഇപ്പൊ മൂന്ന് ലൈൻ പ്രതികരണം ഇപ്പൊ തന്നെ വന്ന്. ഇതിന് എന്തോ പ്രതികരിക്കാൻ? ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല എന്ന് വെച്ചാൽ അവരൊരു ആർട്ടിസ്റ്റാണ്. ആത്രിച്ചെന്നും പറഞ്ഞിരിക്കുന്നേ. എന്റെ പൊന്ന് ജിഷിനെ എന്ത് കോണാത്തിൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും അടി കിട്ടും. ഇതിന് മുമ്പും കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും. ഇമ്മാതിരി പരിപാടിക്ക് നിന്ന് അത്രയും. അല്ലാതെ വടാ മോനെ നീ ഒരു ആർട്ടിസ്റ്റ് വാ വന്നിരി, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ നിനക്ക്, നീ ഏത് ബ്രാൻഡ് അടിച്ച്, ഇതൊന്നും ചോദിക്കാൻ ആൾക്കാർ നിൽക്കൂല, പ്രതികരിക്കും. അതാണ് അവിടെ കാണുന്നത്. മനസ്സിലായോ? അല്ലാതെ ആത്രിച്ചിന്റെയും കുത്രിച്ചിന്റെ ഒന്നും അല്ല. ഓക്കെ.
നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. ആർക്ക് നമ്മക്കൊരു ലജ്ജയുമില്ല. കേരളത്തോട് ലവനെ തല്ലിയതിന് കേരളത്തോട് ജിഷിന് ലജ്ജ തോന്നുന്നു. എവിടെ കൊണ്ട് എന്തിന് നമ്മളെന്തിനാണ് ലജ്ജിക്കുന്നത്? ജിഷിന് വേണമെങ്കിൽ ഇവിടെ നിയമത്തെ പറ, ഇവനൊക്കെ ഇങ്ങനെ വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് ആൾക്കാരുടെ നെഞ്ചത്തിട്ട് കയറിയിട്ട് ഇവനൊക്കെ ഒരു പ്രോപ്പറായിട്ട് ശിക്ഷ കൊടുക്കാൻ പറ്റാത്തതിന് നിയമത്തെ പറ. നിയമത്തിന്റെ വഴിക്ക് പോവാത്തപ്പം ജനങ്ങൾ നിയമം കയ്യിലെടുക്കും. അതാണ് ഇപ്പൊ ഈ കണ്ടത്. പിടികിട്ടി. ജനങ്ങളെ അവനെ വെറുതെ തല്ലി ചതച്ചൊന്നുമല്ല. ഇവൻ ജനങ്ങളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൂടിയ ആൾക്കാരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ജിഷിൻ കേട്ടോ? അവന്റെ കാല് കെട്ടിയിട്ടേക്കുന്നത് കണ്ടോ? ആൾക്കാരെ ചവിട്ടാൻ പോയിട്ടാണ് അവന്റെ കാല് കെട്ടിയിട്ടേക്കുന്നത്. ഒരു പ്രകോപനം കൂടാതെ അവനവിടെ കടന്ന് വെറും പട്ടിഷോ കാണിച്ചിട്ടാണ് ആൾക്കാർ കൈയും കെട്ടി കാലും കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചത്. അല്ലാതെ വെറുതെ വന്നൊരു കുഞ്ഞാടിനെ ഇങ്ങനെ സ്വരൂപനായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് വന്ന് ഇട്ടിട്ട് നിൽക്കുന്ന ഒരുത്തിന് ആൾക്കാർ പോയി വെറുതെ തല്ലുവെന്ന് തോന്നുന്നുണ്ടോ? പ്രബുദ്ധ കേരളത്തിന്റെ വക്താവായിട്ടുള്ള ജിഷിൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പൊ കൂടുതൽ കിടന്നങ്ങ് മെഴുകണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ജിഷിൻ അണ്ണ മെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എയറിലോട്ട് പോകും. അതാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി, ടാറ്റാ.